നമസ്കാരം. സിനിമാ പ്രേമികളേവരും ഒരുപോലെ കാത്തിരിക്കുന്ന എമ്പുരാൻ പ്രേക്ഷകരിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നാളെ രാവിലെ ഇന്ത്യൻ സമയം 6 മണി മുതലാണ് ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിക്കുക. ലോകത്താകമാനം പ്രീസെയിൽ ബിസിനസ്സിൽ ഇതിനോടകം തരംഗം തീർത്തിരിക്കുകയാണ് ലൂസിഫറിന്റെ 2ാം ഭാഗമായ എമ്പുരാൻ. മുരളി ഗോപിയുടെ തിരക്കഥയിലും പൃഥ്വിരാജിന്റെ സംവിധാനത്തിലും മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായും ഖുറേഷി അബ്രഹാമുമായി വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷക പ്രതീക്ഷയും വാനോളം ഉയരുകയാണ്. ചിത്രത്തെക്കുറിച്ച് ചർച്ചകൾ പല വിധത്തിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പേരും ചർച്ച ചെയ്യുന്നത് ചിത്രത്തിലെ പ്രധാന വില്ലൻ ആരാണെന്നതിനെക്കുറിച്ചാണ്. എംബ്രാന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ വെള്ളക്കോട്ടിൽ ഡ്രാഗണിന്റെ ചിത്രവുമായി പുറംതിരിഞ്ഞു നിൽക്കുന്ന പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഇതോടെയാണ് വില്ലനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. ആ ചർച്ച ഇപ്പോഴിതാ റിലീസിന് മണിക്കൂറുകൾക്ക് ബാക്കി നിൽക്കുമ്പോഴും അതേപടി തുടരുകയാണ്. ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയ ടീസറും ട്രെയിലറും ഒന്നും തന്നെ വില്ലനെക്കുറിച്ച് സൂചനകൾ തന്നില്ല. കൂടാതെ ദിവസങ്ങൾക്ക് മുന്നേ പുറത്തുവിട്ട കറുത്ത കോട്ടിൽ ഡ്രാഗൺ ചിത്രവുമായി പുറംതിരിഞ്ഞു നിൽക്കുന്ന താരത്തിന്റെ ഫോട്ടോയും ഇന്നലെ വന്ന അതിൻ്റെ തന്നെ മുഴുവൻ ഫിഗർ ഫോട്ടോയും വില്ലൻ ആരെന്ന ചർച്ചകൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. ഓരോ ചിത്രം വരുമ്പോഴും ഓരോ താരങ്ങളെയാണ് പ്രേക്ഷകർ ഊഹിക്കുന്നത്. ഫഹദ് ഫാസിലിൽ തുടങ്ങി റിക് യൂനെ വഴി ഇപ്പോഴിതാ ഷാറൂഖ് ഖാൻ, അമീർ ഖാനിൽ വരെ എത്തി നിൽക്കുകയാണ് വില്ലനെക്കുറിച്ചുള്ള ചർച്ചകൾ. ഇന്ന് രാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അമീർ ഖാൻ പ്രൊഡക്ഷൻസിൻ്റെതായ ഒരു സ്ക്രീൻഷോട്ടാണ് വിഷയത്തിലെ ഒടുവിലെ ചർച്ച. കാത്തിരിക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ വരുന്നു എന്ന കുറിപ്പുമായി കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അമീർ ഖാൻ പ്രൊഡക്ഷൻ. ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ടാണ് അമീർ ഖാനാണോ വില്ലൻ എന്ന ചർച്ചകളെ വീണ്ടും സജീവമാക്കുന്നത്. ഏതായാലും അമീർ ഖാൻ പ്രൊഡക്ഷൻസിന്റെ സസ്പെൻസ് എന്താണെന്ന് 2-3 മണിക്കൂറിനുള്ളിൽ ഉത്തരം ലഭിക്കും. അമീർ ഖാൻ എന്ന ചർച്ചകൾ തുടരുമ്പോഴും അത് അമേരിക്കൻ നടനായ റിക് യൂനെ ആണെന്ന തരത്തിലുള്ള ചർച്ചകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാകുന്നത്. റിക് യൂനെയും പ്രമുഖ സീരീസായ കില്ലിംഗ് ഈവിലെ നടിയായ ആൻഡ്രിയ തിവാദാറും എമ്പുരാനിൽ അഭിനയിക്കുന്നുണ്ടെന്ന് ഒരു ഏജൻസി പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോസ്റ്ററിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നത് റിക് യൂനെ ആണെന്ന് പലരും ഉറപ്പിക്കുന്നു. പിന്നാലെ റിക് യൂനെയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ മലയാളികളുടെ കമന്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. താരം എമ്പുരാനിൽ അഭിനയിക്കുന്നുണ്ടോ എന്നാണ് ആരാധകരുടെ പ്രധാന ചോദ്യം. ചിലരാകട്ടെ എമ്പുരാനിലെ ആ കഥാപാത്രം റിക്ക് തന്നെയെന്ന് ഉറപ്പിക്കുന്നു. നമ്മൾ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ, പുറംതിരിഞ്ഞു നിന്നാൽ ആളെ മനസ്സിലാവില്ലെന്ന് കരുതിയോ ഒന്നും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ ഇടാമോ എന്നിങ്ങനെ രസകരമായ കമന്റുകളാണ് റിക്കിന്റെ പ്രൊഫൈൽ നിറയെ. രാജ്യാന്തര തലത്തിൽ വലിയ ബന്ധങ്ങളുള്ള അബ്രഹാം ഖുറേഷിയോട് ഏറ്റുമുട്ടാൻ എത്തുന്നത് എന്തായാലും മറ്റൊരു രാജ്യാന്തര ഗ്യാങ് ആകുമല്ലോ എന്നാണ് ആരാധകരുടെ കണക്കൂട്ടൽ. അതിനാലാണ് ഡൈ അനദർ ഡേ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നീ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച റിക് യൂൻ തന്നെയായിരിക്കും ഈ വില്ലൻ എന്നും ഒരു വിഭാഗം ആരാധകർ ഉറപ്പിക്കുന്നതും. എമ്പുരാനിലെ ഒരാളുടെ ക്യാമിയോ റോൾ പ്രതീക്ഷിക്കാമെന്ന് ചിത്രത്തിന്റെ ഛായാഗ്രാഹകനായ സുജിത് വാസുദേവ് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതും പല വിധത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചു. അതേസമയം പ്രചാരണങ്ങൾ ശക്തമായ വേളയിൽ എമ്പുരാനിൽ ഫഹദ് ഇല്ലെന്ന് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചിത്രത്തിന്റെ പ്രമോഷനോടനുബന്ധിച്ച് പിങ്ക് വില്ല ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പൃഥ്വിയുടെ വെളിപ്പെടുത്തൽ. ചിത്രത്തിൽ ഫഹദ് ഉണ്ടോ എന്ന അവതാരകൻ പൃഥ്വിയോട് നേരിട്ട് ചോദിക്കുകയായിരുന്നു. ഇതിന് അതെ, ഫഹദുമുണ്ട്, ടോം ക്രൂസ്, റോബർട്ട് ഡി നീറോ എന്നിവരും ഉണ്ടെന്നായിരുന്നു തമാശ രൂപേണയുള്ള പൃഥ്വിയുടെ മറുപടി. പിന്നാലെ തന്നെ ഫഹദ് ഈ ചിത്രത്തിലില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്തു. സൂപ്പർ താരം മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാൻ സിനിമയിലെ വില്ലൻ ആരാണെന്ന് പ്രവചിക്കുന്നവർക്ക് സമാനമായി കൊച്ചിയിലെ ഒരു സ്ഥാപനം രംഗത്തെത്തിയിരുന്നു. മാർച്ച് 27-ന് തിയേറ്ററുകളിലെത്തുന്ന ചിത്രത്തിലെ വില്ലൻ ആരാണെന്ന് കൃത്യമായി പ്രവചിക്കുന്ന ഭാഗ്യശാലികൾക്ക് എമ്പുരാന്റെ 100 ടിക്കറ്റുകൾ സൗജന്യമായി നൽകുമെന്നാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഏജൻസിയായ ബെല്ലൂസിയുടെ പ്രഖ്യാപനം. മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാനെന്നും ചെറുപ്പം മുതലേ ലാലേട്ടന്റെ ആരാധകനായ തന്റെ വകയുള്ള ഒരു സ്നേഹ സമ്മാനമാണിതെന്നും ബെല്ലൂസിയുടെ ഉടമയായ ജിമോൻ പറയുന്നു. മത്സരത്തെക്കുറിച്ച് ബെല്ലൂസിയ ജീവനക്കാർ പുറത്തിറക്കിയ റീലും വൈറലാണ്. വില്ലനെ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ പ്രവചനങ്ങൾ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്കും അയക്കാം. ശരി ഉത്തരം പറയുന്ന 100 പേർക്ക് അവരുടെ ജില്ലയിൽ ടിക്കറ്റുകൾ സ്ഥാപനം നൽകുന്നതായിരിക്കും. ഇതുകൂടാതെ സിനിമയുടെ റിലീസിംഗ് ദിവസം കമ്പനിക്ക് അവധിയും 20ഓളം സ്റ്റാഫുകൾക്ക് ഫ്രീ ടിക്കറ്റുമാണ് കമ്പനി കൊടുക്കുന്നത്. എമ്പുരാൻ റിലീസിനോടനുബന്ധിച്ച് മറ്റു ചില സ്ഥാപനങ്ങളും അവധി പ്രഖ്യാപിച്ചത് വലിയ വാർത്തയായിരുന്നു. അതേസമയം ആശീർവാദ് സിനിമാസിനും ലൈക്ക പ്രൊഡക്ഷൻസിനും ശ്രീ ഗോകുലം മൂവീസുമാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണിത്. അത്ര മനോഹരമായാണ് പൃഥ്വിരാജ് ഇതൊരുക്കിയിരിക്കുന്നതെന്ന് നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ പറഞ്ഞു. ഈ ചിത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. ഇത്രയും മികച്ച ഒരു സിനിമ ഒരു തടസ്സങ്ങളും കൂടാതെ പറഞ്ഞ സമയത്ത് തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ലാലിനോടും ആന്റണിയോടുമുള്ള സ്നേഹം കൊണ്ടും തന്നെയാണ് താൻ ഇതിൽ പങ്കാളിയായത്. ഇത് ഏറ്റെടുത്തത് ഒരു നിമിത്തമാണെന്നും ഗോകുലം ഗോപാലനും പറയുന്നു.